ഹായ് എവരിവൺ, വെൽക്കം ടു അവർ ചാനൽ. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് എക്സ്പെഷ്യലി ഡെഡിക്കേറ്റഡ് ടു പ്രഗ്നൻറ്റ് ലേഡീസ് ആണ്. അപ്പോൾ മാതൃത്വം എന്ന് പറയുന്നത് ഒരു ബ്യൂട്ടിഫുൾ മൊമെൻ്റ് ആണ്, ബ്യൂട്ടിഫുൾ എക്സ്പീരിയൻസ് ആണ്. ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ജേർണി. കുറേ പേര് എനിക്ക് മെസ്സേജ് അയച്ചിട്ടുണ്ടായിരുന്നു പ്രഗ്നൻസി എക്സ്പീരിയൻസ്, അതുപോലെ ഞാൻ കഴിച്ചിട്ടുള്ള ഫുഡൊക്കെ എന്ന് പറയുമെന്ന്. അവർ ഭയങ്കര കൺഫ്യൂസ്ഡ് ആണെന്ന്. ആ പീരീഡ് എന്ന് പറയുമ്പോൾ നമ്മൾക്ക് വളരെ സന്തോഷകരമായിട്ടുള്ള ഒരു പീരീഡാണ്, അതുപോലെ തന്നെ ഒരുപാട് കൺഫ്യൂഷൻ അനുഭവിക്കുന്ന ഒരു പീരീഡ് തന്നെയാണ്. കൺഫ്യൂഷൻ മെയിൻലി വരുന്നത് നമ്മുടെ ഫുഡ് അടിയുടെ കാര്യത്തിൽ തന്നെയായിരിക്കും. അതങ്ങനെ തന്നെയാണ്. കാരണം നമ്മൾ കഴിക്കുന്ന ഫുഡിലൂടെയാണ് ബേബിക്ക് കിട്ടുന്നത് ന്യൂട്രീഷൻസ്. ആ ന്യൂട്രീഷൻസ് ആണ് ബേബിയിലോട്ട് എത്തുന്നത്. അതുകൊണ്ട് തന്നെയാണ് നമ്മൾ എപ്പോഴും കൺസേൺ ആവുന്നത്. നമ്മുടെ ഫുഡിൻ്റെ കാര്യത്തിൽ നമ്മൾ ഒരുപാട് കൺസേൺ ആവുന്നത്. കുറച്ച് വിദ്യാധാരണകളുണ്ട്. നമ്മൾക്ക് പ്രഗ്നൻസി പീരീഡ് എന്ന് പറയുന്നത് 2 ആൾക്കുള്ള ഫുഡ് കഴിക്കേണ്ട പീരീഡാണ് പ്രഗ്നൻസി പീരീഡ് എന്ന് പറയുന്നത്. ബട്ട് അങ്ങനെയല്ല, നമ്മൾ ഒരു സ്മോൾ എമൗണ്ടിൽ ഫ്രീക്വൻ്റ് ആയിട്ട് കഴിക്കണം ഫുഡ്. അതാണ് മെയിൻലി നമ്മൾക്ക് ഇമ്പോർട്ടൻ്റ് എന്ന് പറയുന്നത്. അതല്ലാതെ വാരി അടിച്ച് 2 ആൾക്കുള്ള മുഴുവൻ കഴിക്കണം എന്നുള്ളതല്ല. ഹെൽത്തി ആയിട്ടും അതുപോലെ തന്നെ നമ്മൾക്ക് എല്ലാ ലേഡീസിനും ഫുഡ് ഒരുപാട് കഴിക്കാൻ പറ്റില്ല. എല്ലാവരും പ്രഗ്നൻസി ജേർണി ഡിഫറെൻ്റ് ആണ്, പ്രഗ്നൻസി പീരീഡ് ഡിഫറെൻ്റ് ആണ്. ചിലർ വൊമിറ്റിംഗ് എക്സ്പീരിയൻസ് ചെയ്യും, ചിലർ അത്ര വൊമിറ്റിംഗ് ഒന്നും ഇല്ലാത്തവരായിരിക്കും. അപ്പോൾ വൊമിറ്റിംഗ് ഒക്കെ എക്സ്പീരിയൻസ് ചെയ്യുന്നവർ കുറച്ചൊന്ന് ഒരു മിതമായ എമൗണ്ട് എടുക്കുക ഫുഡ്. നമ്മൾക്കിപ്പോൾ അധികം കഴിക്കാൻ പറ്റുന്നില്ല എന്നുണ്ടെങ്കിൽ ഒരു ടൈം പീരീഡ് വയ്ക്കും. ഒരു കുറച്ച് എമൗണ്ട് ഫുഡ് ഒരു രാവിലെ 8 മണിക്ക് എടുക്കുകയാണെങ്കിൽ പിന്നെ ഒരു 9:30 2 hours കഴിഞ്ഞിട്ടോ അങ്ങനെ ഒരു കുറച്ച് എമൗണ്ട് ആയിട്ട് ഫ്രീക്വൻ്റ് ആയിട്ട് കഴിക്കുക. ഇങ്ങനെ കഴിച്ചാൽ കുറച്ചുകൂടെ ബെറ്റർ ആയിരിക്കും. നിങ്ങളുടെ ആ ഒരു വൊമിറ്റിംഗ് ടെൻഡൻസി, നിങ്ങളുടെ ഒരു പീരീഡ് കുറച്ചൊരു ജേർണി കുറച്ചുകൂടെ സ്മൂത്ത് ആവും. പ്രഗ്നൻസി സമയത്ത് നമ്മൾ കഴിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു ഫുഡ് ഐറ്റം തന്നെയില്ല. പക്ഷെ അവോയ്ഡ് ചെയ്യേണ്ട 2 കാര്യങ്ങളുണ്ട്: ആൽക്കഹോൾ ആൻഡ് സ്മോക്കിംഗ്. അത് നമ്മൾ ഇവിടെ കേരളത്തിലെ ആൾക്കാർ ഇതേ ചെയ്യാറില്ല, ബട്ട് ചെയ്യുന്നവരും ഉണ്ട് കേട്ടോ. അതുകൊണ്ട് അത് മെയിൻലി അവോയ്ഡ് ചെയ്യേണ്ട ഒരു കാര്യമാണ് സ്മോക്കിംഗ് എന്ന് പറയുമ്പോൾ. ഇപ്പോൾ ഹസ്ബൻഡ് സ്മോക്ക് ചെയ്യുന്നവരാകാം. അപ്പോൾ നമ്മൾ പാസീവ് സ്മോക്കിംഗ് പോലും നമ്മുടെ കുഞ്ഞിന് ബാഡ് എഫക്റ്റ് ഉണ്ടാക്കും എന്നാണ് പറയുന്നത്. അപ്പോൾ ഇത് ഹസ്ബൻഡ്സും കൂടെ അറിയാനാണ് സ്മോക്കിംഗ് മെയിൻലി അവോയ്ഡ് ചെയ്യുക. പ്രഗ്നൻ്റ് ആയിരിക്കുന്ന നിങ്ങളുടെ വൈഫിൻ്റെ മുന്നിൽ വെച്ച് സ്മോക്ക് ചെയ്യുക, അതൊക്കെ അവോയ്ഡ് ചെയ്യുക. നെക്സ്റ്റ് നമ്മൾ ഫുഡിലോട്ട് വരുമ്പോഴത്തേക്കും കഴിക്കാൻ പാടില്ല എന്ന് പറയുന്ന ഒരു ഫുഡ് ഐറ്റംസ് തന്നെയില്ല, ബട്ട് നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യേണ്ട ഒരുപാട് കാര്യങ്ങൾ പ്രഗ്നൻസിയിലുണ്ട്. ഈ ഒരു വീഡിയോ ചെയ്യുമ്പോഴത്തേക്കും നിങ്ങൾ എൻ്റെ ആ ഒരു പ്രഗ്നൻസി ഡയറ്റ് തന്നെ ഫോളോ ചെയ്യാൻ വേണ്ടിയിട്ടല്ല കേട്ടോ ഈ ഒരു വീഡിയോ. ബട്ട് ഞാൻ ആസ് എ മോം ആൻഡ് എ ഡോക്ടർ ഞാൻ എക്സ്പീരിയൻസ് ചെയ്തതും അതുപോലെ തന്നെ ഞാൻ പ്രഗ്നൻസി പീരീഡിൽ കഴിച്ച ഫുഡും റെസ്ട്രിക്റ്റ് ചെയ്ത ഫുഡും ഒക്കെ ജസ്റ്റ് ഒന്ന് ചെയ്യാമെന്ന് വെച്ചു. അതിന് വേണ്ടിയിട്ടാണ് കേട്ടോ ഈ വീഡിയോ. പ്രഗ്നൻസി പീരീഡിൽ നമുക്ക് ഒരുപാട് നമ്മൾക്ക് വേണ്ട കുറച്ച് ന്യൂട്രീഷൻസ് ഉണ്ട്. മെയിൻലി അതിൽ ആവശ്യമുള്ളത് ഫോളിക് ആസിഡ് ആണ്. നമ്മളിപ്പോൾ ഇപ്പോൾ കൺസീവ് ചെയ്യുന്നതിന് മുന്നേ തന്നെ ഫോളിക് ആസിഡ് സപ്ലിമെൻറ്റ്സ് 3 months മുന്നേ എടുക്കുന്നവരുണ്ട്. അതുപോലെ തന്നെ പ്രഗ്നൻസി അറിയുമ്പോൾ തന്നെ ഡോക്ടറിനെ കണ്ട് ഫോളിക് ആസിഡ് സ്റ്റാർട്ട് ചെയ്യുന്നവരുണ്ട്. ആക്ച്വലി ഫോളിക് ആസിഡ് നമുക്ക് ഗ്രീൻ വെജിറ്റബിൾസിൽ നിന്നൊക്കെ കിട്ടുന്നവയാണ്. ബട്ട് നമ്മൾക്ക് ഈ പ്രഗ്നൻസി റിക്വയർമെൻറ്റ് ടൈമിൽ ഫോളിക് ആസിഡിൻ്റെ ലെവൽ കുറച്ചധികം ആവശ്യമുണ്ട്. അതുകൊണ്ടാണ് നമ്മൾ ഇത് ടാബ്ലറ്റ് രൂപത്തിൽ കൺസ്യൂം ചെയ്യുന്നത്. നെക്സ്റ്റ് എന്ന് പറയുന്നത് നമ്മൾക്ക് നമ്മുടെ ബേബിക്കും ഏറ്റവും അത്യാവശ്യം ഒരു ഘടകം കാൽഷ്യമാണ്. കാൽഷ്യം നമുക്ക് പാലും അതുപോലെ പാൽ ഉൽപ്പന്നങ്ങളിലൊക്കെ കിട്ടുന്നവയാണ്. എന്നാലും നമ്മൾക്ക് കാൽഷ്യം ടാബ്ലറ്റ് സപ്ലിമെന്റ്സ് പ്രിസ്ക്രൈബ് ചെയ്ത് തരാറുണ്ട്. കാരണം കാൽഷ്യത്തിന്റെ റിക്വയർമെന്റും പ്രഗ്നൻസി ടൈം പീരീഡ് കൂടുതലാണ്. അതായത് ഒരു ദിവസം 1 gram കാൽഷ്യം നമ്മൾക്ക് വേണം പ്രഗ്നൻസി പീരീഡിൽ. അതുപോലെ തന്നെ വൈറ്റമിൻ ഡിയും ഇപ്പോൾ നമ്മൾക്ക് അത്യാവശ്യമായിട്ട് പ്രഗ്നന്റ് ലേഡീസ് കൺസ്യൂം ചെയ്യേണ്ട ഒരു കാര്യം തന്നെയാണ്. വരുമ്പോഴത്തേക്കും നമ്മൾക്ക് അയൺ ആണ് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു കാര്യം. അയൺ നമ്മൾക്ക് ഫുഡ് ഐറ്റംസിൽ നിന്ന് കിട്ടും. അതുപോലെ തന്നെ നമ്മൾ കുക്ക് ചെയ്യുന്ന ആ ഒരു പാന് അയൺ കണ്ടന്റ് ഉള്ള പാനാണെങ്കിൽ അതുപോലെ നമ്മൾക്ക് അയണൊക്കെ കുറച്ചധികം കിട്ടുമെന്നാണ്. എന്നാലും നമ്മൾ പ്രഗ്നൻസി പീരീഡിൽ അയൺ സപ്ലിമെന്റ്സ് എടുക്കാറുണ്ട്. ഇതാണ് നമ്മൾ ടാബ്ലറ്റ് രൂപത്തിൽ നമ്മൾ സാധാരണ പ്രഗ്നൻസി പീരീഡിൽ എടുത്തു വരുന്ന കുറച്ച് ഐറ്റംസ് എന്ന് പറയുന്നത്. ഫുഡ് ഐറ്റംസിൻ്റെ കാര്യത്തിൽ വരുമ്പോഴത്തേക്കും നമ്മൾ അവോയ്ഡ് ചെയ്യേണ്ട ഫുഡ് അങ്ങനെയൊന്നുമില്ല, ബട്ട് റെസ്ട്രിക്റ്റ് ചെയ്യേണ്ട കാര്യങ്ങളുണ്ട്. അപ്പോൾ അതാണ് നമ്മളിപ്പോൾ എന്ന് പറയുന്നത്. നമ്മൾ പ്രഗ്നൻസി പീരീഡിൽ കേട്ടിട്ടുണ്ടാവും പൈനാപ്പിൾ. ഒന്നാമത് നമ്മൾ കേട്ടിട്ടുള്ള സാധനമായിരിക്കും പൈനാപ്പിൾ കഴിക്കരുത്. അതുപോലെ തന്നെ നമ്മൾ കഴിക്കാൻ പാടില്ലാത്ത സെക്കൻഡ് വണ്ണാണ് പപ്പായ കഴിക്കാൻ പാടില്ല. അതുപോലെ കാപ്പി ചായ ഇതൊക്കെ കുടിച്ചാൽ കട്ടൻ തേയില ഇതൊക്കെ കുടിക്കുവാണെങ്കിൽ നമ്മുടെ കുട്ടി കറുത്തു പോകുമെന്നൊക്കെ നമ്മൾ കേട്ടിട്ടുണ്ട്. ഇത് കുടിക്കുന്നതുകൊണ്ട് കുട്ടി കറുത്തു പോകുക അങ്ങനത്തെ ഒരു കാര്യമേ ഇല്ല. അതുപോലെ തന്നെ കൂടുതൽ കുങ്കുമപ്പൂ കഴിച്ചാൽ നമുക്ക് കുട്ടി വെളുത്ത് കിട്ടും, ഇങ്ങനെയൊക്കെ പറയുന്ന ആൾക്കാരുണ്ട്. ഇതൊക്കെ ഈ ഫുഡ് ഐറ്റംസിനെ പറ്റിയൊക്കെയാണ് ഞാൻ ഇന്ന് പറയുന്നത്. മെയിൻലി വേണ്ട ഒരു ഫോക്കസ് ചെയ്യേണ്ട കാര്യം എന്ന് പറയുന്നത് പ്രഗ്നൻസിയിൽ നമ്മൾ ഈറ്റ് റൈറ്റ് എന്നുള്ളതാണ്. ഈറ്റ് റൈറ്റ്, കറക്റ്റ് ആയിട്ടുള്ളത് കഴിക്കുക, അതാണ് നമ്മൾക്ക് വേണ്ടത്. പ്രഗ്നൻസി 3 stages ആയിട്ടാണ്: ഫസ്റ്റ് ട്രൈമസ്റ്റർ, സെക്കൻഡ് ട്രൈമസ്റ്റർ, തേർഡ് ട്രൈമസ്റ്റർ.
ഫസ്റ്റ് ട്രൈമസ്റ്റർ എന്ന് പറഞ്ഞാൽ ആദ്യത്തെ 3 മാസം നമ്മൾ വളരെ കെയർ കൊടുക്കേണ്ട ഒരു പീരീഡ് തന്നെയാണ് ഫസ്റ്റ് 3 മന്ത്സ് എന്ന് പറയുന്നത്. ആദ്യത്തെ 3 മാസം നമ്മൾ ഫോളിക് ആസിഡ് സ്റ്റാർട്ട് ചെയ്യുന്ന ഒരു പീരീഡാണ്. അപ്പോൾ നമ്മൾ ഫുഡ് ഐറ്റംസ് ഒക്കെ നല്ലോണം കഴിക്കാം. ബട്ട് ആ സമയത്ത് നമ്മൾ ഈ പൈനാപ്പിൾ, ഞാൻ സത്യം പറഞ്ഞാൽ പൈനാപ്പിൾ കഴിച്ചിട്ടില്ല, അതുപോലെ പപ്പായ ഫ്രൂട്ട് ഞാൻ പ്രഗ്നൻസി പീരീഡിൽ കഴിച്ചിട്ടേ ഇല്ല. ബട്ട് ഇത് കഴിക്കാൻ പാടില്ല എന്നുള്ളതില്ല, അത് അറിയേണ്ട ഒരു കാര്യമാണ്. പക്ഷേ നമ്മൾ അറിയേണ്ട വേറൊരു കാര്യം എന്ന് പറയുന്നത് പൈനാപ്പിൾ ബ്രൊമാലിൻ എന്ന് പറയുന്ന ഒരു കണ്ടന്റ് ഉണ്ട്. ഈ കണ്ടന്റ് നമ്മൾക്ക് യൂട്രിൻ കൺട്രാക്ഷൻസ് ഉണ്ടാക്കും. യൂട്രിൻ കൺട്രാക്ഷൻസ് ഉണ്ടാകുന്നതുകൊണ്ടാണ് ഇത് നമ്മൾ അവോയ്ഡ് ചെയ്യുന്നത്. അതുപോലെ തന്നെയാണ് പപ്പായ. പപ്പായ എന്ന് പറയുമ്പോൾ നല്ല പഴുത്ത പപ്പായ കഴിക്കുന്നത് കൊണ്ട് പ്രശ്നമൊന്നുമില്ല. ബട്ട് ഞാൻ കഴിച്ചിട്ടില്ല. പക്ഷേ പച്ച പപ്പൈൻ എന്ന് പറയുന്ന ഒരു എൻസൈം ഉണ്ട്. ഈ എൻസൈം എന്ന് പറയുന്നതും അതുപോലെ തന്നെ ന്യൂട്രൻ കൺട്രാക്ഷൻസ് ഉണ്ടാക്കുന്ന ഒന്നാണ്. റെസ്ട്രിക്റ്റ് ചെയ്യണം അല്ലെങ്കിൽ അവോയ്ഡ് ചെയ്യണമെന്ന് ചില ഡോക്ടേഴ്സ് പറയും. അതുപോലെ നമ്മുടെ അമ്മൂമ്മമാരൊക്കെ പറയുന്നത് പച്ച പപ്പായ തൊടരുത്, പൈനാപ്പിൾ തൊടരുത്, ഇതൊക്കെ കേടാണ്. വേറൊരു കാര്യം എന്ന് പറഞ്ഞാൽ നമ്മൾ കേരളത്തിലാണ് ജീവിക്കുന്നത്. നമ്മൾക്ക് ചക്ക ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. ചക്ക അപ്പോൾ ചക്ക ഭയങ്കര ഇഷ്ടമുള്ള ഒരു കാര്യമാണ്. അപ്പോൾ നമ്മൾക്ക് പ്രഗ്നൻസി സമയത്ത് അത് കഴിക്കാനൊക്കെയുള്ള ടെൻഡൻസി ഉണ്ടാകും. ബട്ട് സീസൺ അല്ലാത്ത സമയത്തോ എപ്പോഴാണെങ്കിൽ പോലും ഈ ചക്ക അവോയ്ഡ് ചെയ്യുന്നതാണ് ഏറ്റവും നല്ലത്. ചക്ക എന്ന് പറഞ്ഞപ്പോൾ സീസണിലെ മഴ സമയത്തൊക്കെ ആണെങ്കിൽ അത് നമ്മൾ കേടാവാനും അറിയാതുള്ളിപ്പോയ വയറിളക്കമുള്ള ചാൻസ് ഒക്കെ, ഫുഡ് പോയ്സണിങ് ഇതൊക്കെ വരാനുള്ള ചാൻസ് വളരെ കൂടുതലാണ്. അതുകൊണ്ട് ഇതൊന്ന് അവോയ്ഡ് ചെയ്യാം. പ്രഗ്നൻസി സമയത്ത് ഏറ്റവും വേണ്ട ഒരു കാര്യം നമ്മൾ ധാരാളം വെള്ളം കുടിക്കുകയല്ല, ആവശ്യത്തിന് കറക്റ്റ് ആവശ്യത്തിന് നമ്മളുടെ ബോഡിക്ക് വെള്ളം വേണം. ആ രീതിക്ക് വെള്ളം കുടിക്കാം. ഈറ്റ് റൈറ്റ്, അതുപോലെ ഡ്രിങ്ക് റൈറ്റ് എന്ന് പറയുന്നത്. നല്ല ഹൈഡ്രേറ്റഡ് ആയി എപ്പോഴും ഇരിക്കുക. നമ്മൾക്ക് പ്രഗ്നൻസി പീരീഡിൽ ഹൈഡ്രേഷൻ വളരെ അത്യാവശ്യമാണ്. അതുകൊണ്ട് വെള്ളം നല്ല രീതിക്ക് തന്നെ കുടിക്കും. പിന്നെ വരുന്നത് നമ്മൾ വെജിറ്റബിൾസ് ഒക്കെ നല്ലോണം കഴിക്കുക, സാലഡ് രൂപത്തിൽ കഴിക്കുക. പക്ഷേ നമ്മൾ ചെയ്യേണ്ട ഒരു കാര്യം, വെജിറ്റബിൾസ് മേടിക്കുമ്പോൾ എപ്പോഴും നല്ലോണം വാഷ് ചെയ്യുക. കാരണം കീടനാശിനികൾ ഒരുപാട് യൂസ് ചെയ്യുന്നുണ്ട്. ഇപ്പോൾ ഗ്രീൻ ലീവ്സ് ഒക്കെ നല്ലോണം കഴിക്കേണ്ട സമയമാണ് പ്രഗ്നൻസി എന്ന് പറയുന്നത്. ബട്ട് ഇതൊക്കെ നല്ലോണം ഉപ്പ് വെള്ളത്തിലോ വിനീഗർ ഇട്ടോ ഒക്കെ ഒന്ന് നല്ലോണം വാഷ് ചെയ്ത് റണ്ണിങ് വാട്ടറിൽ കഴുകിയൊക്കെ എടുക്കുക. ഇതാണ് മെയിനായിട്ട് നമ്മൾ അറിഞ്ഞിരിക്കേണ്ട ഒരു കാര്യം. പിന്നെ മുളപ്പിച്ച പയർവർഗ്ഗങ്ങൾ കഴിക്കുന്നത് നല്ലതാണ്. മുളപ്പിച്ച പയർവർഗ്ഗങ്ങൾ കഴിക്കുന്നത് നല്ലതാണ്. പക്ഷേ ഇത് പച്ചയ്ക്ക് കഴിക്കരുത്, അതും കുക്ക് ചെയ്ത് വേണം യൂസ് ചെയ്യാൻ. വെജിറ്റബിൾസ് തന്നെ നമ്മൾ കഴിക്കുമ്പോൾ നമ്മൾക്ക് ഫൈബർ കണ്ടന്റ് ഒക്കെ നമ്മൾ റിച്ച് ആയിട്ട് കിട്ടും. അപ്പോൾ നമ്മൾ കോൺസ്റ്റിപ്പേഷനൊക്കെ വരാതെ തടയാം. അതിന് വേണ്ടിയാണ് ഈ വെജിറ്റബിൾസ്, ഫ്രൂട്ട്സ് ഒക്കെ നല്ലോണം കഴിക്കുന്നത് പറയും. ഇനി ഫ്രൂട്ട്സിന് മെയിനായിട്ട് ഒരു വില്ലൻ ഉണ്ട്. അതിൽ മെയിനായിട്ട് വരുന്നതാണ് സ്ട്രോബെറി, ഗ്രേപ്സ്. ഇത് വില്ലന്മാരെന്ന് പറയാൻ കാരണം ഡയറക്റ്റ് ഇത് ഫെർട്ടിലൈസർ സ്പ്രേ ചെയ്യുന്നതുകൊണ്ടാണ്. ഈ ഫ്രൂട്ട്സും ഞാൻ പ്രഗ്നൻസി കഴിച്ചിട്ടില്ല. ഗ്രേപ്സ് കഴിക്കരുതെന്ന് മെയിൻലി ഡോക്ടർ എന്നോട് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അത് ഡയറക്റ്റ് ഈ ഫെർട്ടിലൈസേഴ്സ് ഒക്കെ സ്പ്രേ ചെയ്യുന്നതുകൊണ്ട് കഴിക്കരുതെന്ന് പറഞ്ഞിട്ടായിരുന്നു. സോ ഞാൻ അത് തൊട്ടിട്ടേ ഇല്ല. ഗ്രേപ്സും ഞാൻ കഴിച്ചിട്ടേ ഇല്ല. പൈനാപ്പിളും ഞാൻ കഴിച്ചിട്ടില്ല. അതുപോലെ പപ്പായ കഴിച്ചിട്ടില്ല. ഗ്രേപ്സ്, ബെറി ഐറ്റംസ്, അതായത് ബെറി ഐറ്റംസ്, സ്ട്രോബെറി, ഗ്രേപ്സ് അതുപോലെ ഐറ്റംസ് ഞാൻ കഴിച്ചിട്ടില്ല. അതുപോലെ തന്നെ നട്ട്സ് ഉണ്ട്, ഡ്രൈ ഫ്രൂട്ട്സ് ഉണ്ട്. ഇതൊക്കെ നമ്മൾ ആ ഫസ്റ്റ് ട്രൈമസ്റ്റർ ഞാൻ കഴിച്ചിട്ടുണ്ട്. ആമണ്ട്സ് ഞാൻ കുതിർത്ത് കഴിക്കും. ഒരു ഫൈവ് ആമണ്ട്സ് ഞാൻ കുതിർത്ത് കഴിക്കുമായിരുന്നു ഫസ്റ്റ് ടൈം. അതായത് ആദ്യത്തെ 3 മാസം ഞാൻ കഴിക്കുമായിരുന്നു. ഈ നട്ട്സും ഡ്രൈഡ് ഫ്രൂട്ട്സ് ഒക്കെ സെക്കൻഡ് ട്രൈമസ്റ്റർ സ്റ്റാർട്ട് ചെയ്താൽ മതി എന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അതുകൊണ്ടാണ് ഞാൻ ആ സമയത്ത് കഴിക്കാത്തത്. ബിക്കോസ് അതും അധികമായാൽ ഫസ്റ്റ് ആ ഒരു ടൈം പീരീഡ് കോൺസ്റ്റിപ്പേഷന് സാധ്യത ഉള്ളത് കൊണ്ടാണ് ഞാനത് അവോയ്ഡ് ചെയ്തത്. ഫസ്റ്റ് ട്രൈമസ്റ്ററിൽ ആദ്യത്തെ 3 മാസം ഞാൻ ഇതുപോലെ ഡ്രൈ ഫ്രൂട്ട്സ് ഒന്നും അധികം കഴിച്ചിട്ടൊന്നുമില്ല. ഞാൻ ചോക്ലേറ്റ് ഒരുപാട് ഇഷ്ടപ്പെടുന്ന ആളാണ്. ബട്ട് ഞാൻ ആ പ്രഗ്നൻസി പീരീഡിലെന്ന് പറയുമ്പോൾ ചോക്ലേറ്റ് ഐറ്റംസ് ഒക്കെ ഒരുപാട് റെസ്ട്രിക്റ്റ് ചെയ്തിട്ടുണ്ട്. അതായത് കഴിച്ചിട്ടില്ല എന്നല്ല, ഒരു സ്മോൾ എമൗണ്ട് മാത്രമേ ഞാൻ കഴിക്കാറുണ്ടായിരുന്നുള്ളൂ. കാരണം നമ്മൾക്ക് പ്രഗ്നൻസി പീരീഡ് ചിലപ്പോൾ ഇപ്പോൾ നമ്മൾക്ക് ഫാമിലി ഹിസ്റ്ററി ഒക്കെ ഉണ്ടെങ്കിൽ, ഫാമിലി ഹിസ്റ്ററി ഓഫ് ഡയബറ്റിക് ഒക്കെ ആണെങ്കിൽ നമ്മൾക്ക് ആ ഒരു പ്രഗ്നൻസി പീരീഡിൽ ഗസ്റ്റേഷണൽ ഡയബറ്റീസ് വരാനുള്ള ചാൻസ് ഉള്ളത് കൊണ്ടാണ് കേട്ടോ ഇതൊക്കെ അവോയ്ഡ് ചെയ്തത്. ആ ചോക്ലേറ്റ്സിൻ്റെ കാര്യം പറയുമ്പോൾ നമ്മൾക്കിപ്പോൾ ഐസ്ക്രീംസ് ഒക്കെ കഴിക്കാൻ ആഗ്രഹമുള്ളവരുണ്ടാകും. ബട്ട് ഇതൊക്കെ കഴിക്കേണ്ട എന്നല്ല, നമ്മൾ റെസ്ട്രിക്റ്റ് ചെയ്യണം. ഒരു 2 ആഴ്ച കൂടുമ്പോൾ ഒരു ഐസ്ക്രീം കഴിക്കുന്നതുകൊണ്ട് കുഴപ്പമൊന്നുമില്ല. പക്ഷേ അത് കഴിച്ചുകൊണ്ട് അയ്യോ ഞാൻ ഇന്ന് പഫ്സ് കഴിച്ചു, ഞാനിന്ന് ഒരു ബേക്കറി ഐറ്റംസ് കഴിച്ചു, എന്തെങ്കിലും വരുമോ, ഇങ്ങനെയൊന്നും ചിന്തിക്കേണ്ട ആവശ്യമൊന്നുമില്ല. നമ്മൾക്ക് റിഗ്രറ്റ് ആവേണ്ട കാര്യമൊന്നുമില്ല. പക്ഷേ കഴിവതും ജങ്ക് ഫുഡ്സ് റെസ്ട്രിക്റ്റ് ചെയ്യും. ബർഗർ കഴിക്കാൻ തോന്നും. ഇങ്ങനെയൊക്കെ ഉള്ള ആ ഒരു നമ്മൾക്ക് പ്രഗ്നൻസി പീരീഡിൽ കുറച്ച് കൊതിയൊക്കെ ഉണ്ടാവും. പക്ഷെ നമ്മൾ കഴിവതും ഒന്ന് റെസ്ട്രിക്റ്റ് ചെയ്യാം. പിന്നെ എൻ്റെ പ്രഗ്നൻസി പീരീഡിൽ ഞാൻ വൊമിറ്റിംഗ് എന്ന് പറഞ്ഞ സാധനം എക്സ്പീരിയൻസ് ചെയ്തിട്ടേ ഇല്ല. ഓരോ പ്രഗ്നൻറ്റ് ലേഡീസിനും ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണല്ലേ. ചിലർക്ക് വൊമിറ്റിംഗ് ഉണ്ടാവും, ചിലർക്ക് വൊമിറ്റിംഗ് ഉണ്ടാവത്തില്ല. എനിക്ക് വൊമിറ്റിംഗ് എന്ന് പറഞ്ഞ സാധനമേ ഇല്ലായിരുന്നു. എല്ലാ ഫുഡ് ഐറ്റംസ് എനിക്ക് കഴിക്കാൻ പറ്റുന്ന ഒരു പീരീഡ് തന്നെയായിരുന്നു പ്രഗ്നൻസി. ഒരുപാട് വൊമിറ്റ് ചെയ്ത് വാങ്ങി എന്നെ വല്ലാണ്ട് കഷ്ടപ്പെടുത്തിയിട്ടില്ല.
ഈ വീഡിയോയിൽ ഒരു ലവ് ലാപ്പിൻ്റെ ഒരു പ്രോഡക്റ്റ് ഇൻട്രൊഡ്യൂസ് ചെയ്യാൻ ആഗ്രഹിക്കുന്നുണ്ട്. ഇതാണ് ലവ് ലാപ്പിൻ്റെ റീഗൽ ബേബി സ്ട്രോളർ. ന്യൂ ബോൺ മുതൽ 15 കിലോഗ്രാം വരെയുള്ള കുട്ടികൾക്ക് യൂസ് ചെയ്യാൻ പറ്റിയ ഈ ഒരു പ്രോഡക്റ്റ് വരുന്നത് യൂറോപ്യൻ സേഫ്റ്റി സ്റ്റാൻഡേർഡ് സർട്ടിഫിക്കേഷനോട് കൂടിയാണ്. കുട്ടികൾക്ക് നല്ല സേഫ്റ്റി എൻഷുർ ചെയ്യുന്ന 5 പോയിൻറ്റ് സേഫ്റ്റി ഹാർനസ് ആണ് ഇതിൻ്റെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത്. സിറ്റിംഗ് പൊസിഷനിൽ അവർ കുറച്ചുകൂടി ഒരു സേഫ്റ്റി എൻഷുർ ചെയ്യാനായിട്ട് ഒരു എക്സ്ട്രാ ഡിറ്റാച്ചബിൾ ഹാൻഡിൽ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. പിന്നെ സ്ട്രോളറിൽ ബട്ടൺസ് ഒക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് സീറ്റിംഗ് പൊസിഷനൊക്കെ അഡ്ജസ്റ്റ് ചെയ്യാനായിട്ടാണ്. അതുപോലെ തന്നെ ഫുഡ് റെസ്റ്റിനും ഇതുപോലെ സെയിം ഒരു ബട്ടൺ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതും അഡ്ജസ്റ്റബിൾ ആണ് കേട്ടോ. അടുത്തതിൻ്റെ മെയിൻ ഫീച്ചർ എന്ന് പറയുന്നത് ഇതിൻ്റെ എക്സ്റ്റെൻഡബിൾ ആൻഡ് ഡിറ്റാച്ചബിൾ കാനപ്പിയാണ്. ഇത് നമ്മൾക്കൊരു സിപ്പൊക്കെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് അഡ്ജസ്റ്റ് ചെയ്ത് വെക്കാവുന്നതാണ്. പിന്നെ ഇതിൻ്റെ നെക്സ്റ്റ് ഫീച്ചർ എന്ന് പറയുന്നത് ഒരു ലുക്കിംഗ് വിൻഡോ പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അത് അടിപൊളിയാണ് കേട്ടോ. അതായത് നമുക്ക് കുട്ടി ഇരിക്കുമ്പോൾ തന്നെ നമ്മൾക്ക് നോക്കാം കുഞ്ഞിന് എങ്ങനെയാണ്, കുഞ്ഞ് എന്താണ് ചെയ്യുന്നതെന്നൊക്കെ നമുക്ക് നോക്കാം. പിന്നെ ബാക്കിലൊക്കെ ബെൽറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അതായത് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്ത് സീറ്റിംഗ് അറേഞ്ച്മെൻ്റ് ഒക്കെ ചെയ്യാനായിട്ടാണ്. പിന്നെ ഒരു ബാക്ക് പോക്കറ്റ് പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. അത് നമ്മൾക്ക് മൊബൈലോ അങ്ങനെ എന്തെങ്കിലും കുഞ്ഞ് ഐറ്റംസ് ഇല്ലേ അതൊക്കെ അവിടെ വെക്കാം. എടുത്ത് പറയേണ്ടത് ഇതിൻ്റെ സ്പേഷ്യസ് ആയിട്ടുള്ള ബാസ്ക്കറ്റാണ്. അതായത് കുഞ്ഞിൻ്റെ ടോയ്സ്, നമ്മുടെ ബാഗ് ഇതൊക്കെ അതിലിട്ട് നമ്മൾക്ക് ട്രാവൽ ചെയ്യുമ്പോൾ വളരെ എളുപ്പത്തിന് കൊണ്ടുപോകാം. റിയർ വീൽ സേഫ്റ്റി ബ്രേക്സ് ആണ് മറ്റൊരു പ്രത്യേകത. ഫ്രണ്ട് വീൽസ് എന്ന് പറയുന്നത് 360 ഡിഗ്രി സ്വെൽ വീൽസ് ആണ് കേട്ടോ. ഇതൊരു 2-in-1 കൺവേർട്ടബിൾ സ്ട്രോളറാണ് കേട്ടോ. അപ്പോൾ ഇതിന് ബേസ്നെറ്റ് മോഡുണ്ട്. അതായത് നാപ്പ് ടൈം കുഞ്ഞുങ്ങളെ കിടത്തി നല്ലോണം സുഖമായിട്ട് ഉറക്കാൻ പറ്റും. അതുപോലെ തന്നെയാണ് സീറ്റിംഗ് മോഡ്. നെക്സ്റ്റ് മോഡ് സീറ്റിംഗ് മോഡാണ്. അതായത് കുഞ്ഞുങ്ങളെ അവർ ഉണർന്നിരിക്കുന്ന സമയത്ത് അവരെ ഇങ്ങനെ ഇരുത്തി കൊണ്ടുപോകാനും പറ്റും. അഡ്ജസ്റ്റബിൾ ഫുഡ് റെസ്റ്റ് ആണ് കേട്ടോ ഞാനിപ്പോൾ കാണിക്കുന്നത്. വളരെ ഈസി ആയിട്ട് ലോക്കും അൺലോക്കും ചെയ്യാൻ പറ്റുന്ന ഈ ബേബി സ്ട്രോളർ ട്രാവൽ ഫ്രണ്ട്ലി ആണ്. അത് മാത്രമല്ല ഇതിലൊരു ലോക്ക് സിസ്റ്റം കൂടെ ഉണ്ട്, ലോക്ക് ചെയ്ത് വെക്കാനായിട്ട്. നെക്സ്റ്റ് എന്ന് പറയുമ്പോൾ ബേക്കറി ഐറ്റംസ്. അതെ, ബേക്കറി ഐറ്റംസ് നമ്മൾ റെസ്ട്രിക്ട് ചെയ്യണം. ബേക്കറി നമ്മുടെ ഈ ഒരു ട്രഡീഷണൽ ഇതിൽ വെച്ചിട്ട് കുറച്ച് ചടങ്ങുകളും കാര്യങ്ങളൊക്കെ ഉള്ള കൂട്ടത്തിലാണ് കേരളീയർ എന്ന് പറയുമ്പോൾ. അവർക്ക് ഉണ്ണിയപ്പവും പലഹാരങ്ങൾ കൊണ്ടു കൊടുക്കുക, ഇങ്ങനത്തെ ചടങ്ങൊക്കെ ഉണ്ട്. പക്ഷേ നമ്മൾ കഴിവതും ഒന്ന് റെസ്ട്രിക്റ്റ് ചെയ്യാം. ഞാനും ബേക്കറി ഐറ്റംസ് കഴിച്ചിട്ടില്ല എന്നല്ല, കഴിച്ചിട്ടുണ്ട്. കുറച്ച് ചെറിയ എമൗണ്ട് മാത്രം, ഒരു കൊതിക്ക് വേണ്ടി മാത്രം എന്ന് പറയുന്ന പോലെ അങ്ങനെ കഴിച്ചിട്ടുള്ളൂ. നമ്മളുടെ കഫേൻ, ചായ ഒരുപാട് പേര്, കോഫി ഒരുപാട് പേര് ഡൗട്ട് ചോദിക്കുന്ന ഒരു കാര്യമാണ്. ഇതൊക്കെ റെസ്ട്രിക്റ്റ് ചെയ്യുന്ന ഫുഡിൽ പെടുത്തിട്ടുള്ളതാണ്. ചായ ഒരുപാട് കുടിക്കുന്ന ആൾക്കാരുണ്ട്. നമ്മളിപ്പോൾ ലേഡീസ് ആണെങ്കിൽ പോലും ചായ കുടിക്കാതെ തലവേദന വരുന്ന ആൾക്കാരൊക്കെ ഉണ്ട്. പക്ഷെ പ്രഗ്നൻസി പീരീഡ് നമ്മളത് റെസ്ട്രിക്റ്റ് ചെയ്യുക. ദിവസം 2 കപ്പ് ചായയിൽ കൂടാൻ പാടില്ല. കോഫി ആണെങ്കിലും കോഫി തീരെ കുടിക്കാൻ പാടില്ല, കാരണം കഫേൻ കൂടുതലാണ് അതിൽ. അതുകൊണ്ട് നമ്മൾക്ക് അത് കോഫി കുടിക്കേണ്ട എന്നുള്ള എൻ്റെ ഒരു അഭിപ്രായം. ബട്ട് ചായ കുടിക്കുന്നവരാണെങ്കിൽ 2 കപ്പിൽ കൂടാൻ പാടില്ല. നമ്മൾക്ക് കുറച്ച് നോൺ വെജ് ഐറ്റംസിലോട്ട് വരുമ്പോഴത്തേക്കും നമ്മൾ മുട്ട കഴിക്കാം. പക്ഷെ അത് നമ്മൾ നല്ലോണം വേവിച്ച്, നല്ലോണം പുഴുങ്ങി വേവിച്ച് അതിന് ഹാർഡ് ബോയിൽഡ് എഗ് ആയാണ് കഴിക്കാൻ. ബിക്കോസ് അത് നമുക്ക് റോ ആയിട്ട് കഴിക്കുവാണെങ്കിൽ നമ്മൾക്ക് അത് നല്ലതല്ല. ഓവർ ചിക്കൻ ഐറ്റംസ് കഴിച്ചാൽ കോൺസ്റ്റിപ്പേഷൻ ഉണ്ട്. അതായത് നമുക്ക് ചിക്കൻ കഴിക്കുമ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ വെജിറ്റബിൾ ഐറ്റംസും കൂടെ ഉൾപ്പെടുത്താൻ ശ്രമിക്കാം. ഇനി നമുക്ക് ഫിഷ് ഐറ്റംസിൻ്റെ കാര്യത്തിൽ വരുമ്പോഴത്തേക്കും നമ്മൾക്ക് ഷെൽ ഫിഷസ്, എൻ്റെ ഗൈനക്കോളജിസ്റ്റും പറഞ്ഞിട്ടുണ്ടായിരുന്നു, നമ്മൾക്ക് കൊഞ്ചെന്നറിയാം, പ്രോൺസ് അതുപോലെ ക്രാബ് ഇതൊക്കെ കഴിക്കരുതെന്ന് പറഞ്ഞിട്ടുണ്ടായിരുന്നു. കാരണം അത് നമ്മൾക്ക് ആവശ്യമില്ലാത്ത അലർജൻസോ എന്തെങ്കിലുമൊക്കെ ആ സമയത്തുണ്ടാകും, നമ്മൾക്കത് ബുദ്ധിമുട്ടാവും.
അതുപോലെ എന്തെങ്കിലും ഫുഡ് പോയ്സണിങ്ങോ ഒക്കെ വരാനുള്ള വളരെ ചാൻസ് കൂടിയ ഒരു ഫിഷാണ് ഈ ഷെൽ ഫിഷസ് എന്ന് പറയുന്നത്. അപ്പോൾ അത് ഞാൻ കഴിച്ചിട്ടില്ല. പിന്നെ വരുന്നത് നമുക്ക് ഈ ഓവർ ലാർജ് ഫിഷസ് എന്ന് പറയത്തില്ല, കുറച്ച് അധികം വലിപ്പമുള്ള ഫിഷസ്, അത് അതിൽ ഉൾപ്പെടുത്താണ് ചൂര. ഈ ചൂര മീനൊക്കെ കുറച്ചൊന്ന് അവോയ്ഡ് ചെയ്യുന്നതാണ് കേട്ടോ നല്ലത്. കാരണം കുറച്ച് മെർക്കുറി കണ്ടന്റ് കൂടുതൽ ഇറങ്ങിയ ഫിഷസ് ആണ് കേട്ടോ ഈ ട്യൂണ എന്ന് പറയുന്നത്. അപ്പോൾ നമ്മൾ ഇതൊക്കെ കുറച്ച് റെസ്ട്രിക്ട് ചെയ്യാം. പക്ഷെ കഴിക്കാൻ പറ്റും നല്ല ഫിഷസ് ഉണ്ട്. തിലോപ്പിയ കഴിക്കാം, അതുപോലെ തന്നെ നത്തോലി സൂപ്പറാണ് കേട്ടോ. ഈ നത്തോലിയിലും അതുപോലെ തിലോപ്പിയ, നമ്മുടെ മത്തി, തിരുവനന്തപുരത്ത് ചാളയെന്ന് പറയും. അപ്പോൾ ഇതിലൊക്കെ നല്ലോണം നമ്മൾക്ക് വൈറ്റമിൻ ഡിയും DHA അടങ്ങിയിട്ടുണ്ട്. ഇതൊക്കെ കുഞ്ഞിൻ്റെ ന്യൂറൽ ഡെവലപ്മെൻറ്റ് നല്ലതാണ്. ഇനി നമ്മൾക്ക് ഡേറ്റ്സിൻ്റെ കാര്യത്തിൽ വരാം. ഡേറ്റ്സിൻ്റെ കാര്യം ഇതുപോലെ തന്നെ നമ്മൾ പ്രഗ്നൻസി സ്റ്റാർട്ടിങ് പീരീഡ് ഡേറ്റ്സ് അധികം കഴിക്കണ്ട. ഞാൻ കഴിച്ചിട്ടില്ല. ഡേറ്റ്സ് ഞാൻ 3rd ട്രൈമസ്റ്ററിലാണ് കേട്ടോ കഴിച്ചെടുത്തത്. പ്രഗ്നൻസി ആവാൻ പോകുന്ന, ഡെലിവറി ആവാൻ പോകുന്ന ഒരു പീരീഡ്, അതായത് ആഫ്റ്റർ 36 വീക്സ് കഴിഞ്ഞതിന് ശേഷം ഞാനൊരു 2 ഡേറ്റ്സ് വെച്ച് ഡെയിലി കഴിക്കുമായിരുന്നു. ഇതുപോലെയാണ് ഞാൻ ഡേറ്റ്സ് കഴിച്ചിരുന്നത്. പിന്നെ അതുപോലെ തന്നെ കുങ്കുമപ്പൂവിൻ്റെ കാര്യത്തിൽ കേട്ടോ, സാഫ്രൺ സത്യം പറഞ്ഞാൽ ഞാൻ എടുത്തിട്ടേയില്ല. സാഫ്രൺ എന്ന് പറഞ്ഞ സംഭവം ഞാൻ എൻ്റെ ഡയറ്റിൽ ഉൾപ്പെടുത്തിയിട്ടുമില്ല, ഞാൻ എടുത്തിട്ടേയില്ല കുങ്കുമപ്പൂ. സാഫ്രൺ ഏറ്റവും കൂടുതൽ നമ്മൾ കേട്ടുള്ളത് കുട്ടി കളർ ഉണ്ടാക്കും, കളർ വെപ്പിക്കും എന്നൊക്കെയാണ്. ഇതൊരു മിഥ്യാധാരണയാണ്, അങ്ങനെ ഒരു കാര്യമേ ഇല്ല. സാഫ്രൺ എന്ന് പറയുന്നത് നമ്മൾ പ്രഗ്നൻസി പീരീഡ് ഫസ്റ്റ് തൊട്ട് എടുക്കുവാണെങ്കിൽ ഇറ്റ്സ് റിയലി ബാഡ്. അത് യൂട്രിൻ കോൺട്രാക്ഷൻസ് ഉണ്ടാക്കുന്നതാണ്. പ്രഗ്നൻസി സ്റ്റാർട്ടിങ് പീരീഡിൽ ഒരിക്കലും കുങ്കുമപ്പൂ എടുക്കരുത്. അത് നമ്മൾക്ക് വേണമെങ്കിൽ 3rd ട്രൈമസ്റ്ററിൽ വേണമെങ്കിൽ എടുക്കാം. അതും ഒരു ലീഫ് മാത്രമേ എടുക്കാൻ പാടുള്ളൂ കേട്ടോ. നമ്മൾ പാലിൽ കുടിച്ചാൽ പോലും ഒരു ലീഫ് മാത്രമേ കുടിക്കാൻ പാടുള്ളൂ. 2 or 3 ഇട്ട് കലക്കി അങ്ങോട്ട് വല്ലാണ്ട് കുടിക്കരുത്. ഇതൊക്കെയാണ് എൻ്റെ പ്രഗ്നൻസി പീരീഡ് ഞാൻ ഫോളോ ചെയ്തിട്ടുള്ളത്. റെസ്ട്രിക്റ്റ് ചെയ്ത ബേക്കറി ഐറ്റംസ് റെസ്ട്രിക്റ്റ് ചെയ്തു, കുറച്ച് ജങ്ക് ഫുഡ്സ് റെസ്ട്രിക്റ്റ് ചെയ്തു. അതുപോലെ ഞാൻ പ്രഗ്നൻസി പീരീഡ് തൊട്ട് ഞാൻ തികച്ചും അവോയ്ഡ് ചെയ്ത ഒരു സാധനമുണ്ട്, പൊറോട്ട. ഞാൻ പണ്ട് തൊട്ട് ഭയങ്കര പൊറോട്ട പ്രേമിയല്ല. അതുകൊണ്ട് ഞാൻ പൊറോട്ട എന്ന് പറയുന്ന സാധനം പണ്ട് മുതൽക്ക് എനിക്ക് പൊറോട്ട ഞാനൊരു പൊറോട്ട പ്രേമിയൊന്നുമല്ല. ബട്ട് കേരളത്തിലെ ഏറ്റവും കൂടുതൽ ആൾക്കാർക്ക് ഇഷ്ടപ്പെടുന്നതും പൊറോട്ടയാണല്ലോ. പക്ഷേ ഞാൻ പൊറോട്ട എന്ന് പറയുന്ന സാധനം പ്രഗ്നൻസി പീരീഡ് തൊട്ട് ഇന്നേ വരെ ഞാൻ കഴിച്ചിട്ടേയില്ല. ഞാൻ തൊട്ടിട്ടില്ല ആ സാധനം. ഞാൻ കഴിച്ചിട്ടുമില്ല. ഇപ്പോഴും അതുപോലെ തന്നെ ഫോളോ ചെയ്യുന്നുണ്ട്, ഞാൻ കഴിക്കുന്നുമില്ല ആ സാധനം. പിന്നെ നമ്മുടേതായുള്ള കുറച്ച് കാര്യങ്ങളും റെസ്ട്രിക്റ്റ് ചെയ്ത് ഹെൽത്തി ആയിട്ടൊന്ന് മുന്നോട്ട് പോവുക. പ്രഗ്നൻസി എന്ന് പറയുന്നത്, പ്രഗ്നൻസി ഒരു രോഗാവസ്ഥയല്ല, ഇറ്റ്സ് എ ബ്യൂട്ടിഫുൾ ജേർണി. നമ്മൾക്ക് വളരെ സ്മൂത്തായിട്ടും വളരെ സന്തോഷത്തോടെയും വളരെ എൻജോയ് ചെയ്തും പോവേണ്ട ഒരു ജേർണി തന്നെയാണ് പ്രഗ്നൻസി എന്ന് പറയുന്നത്. നമ്മളുടെ ഉള്ളിൽ ഒരു ജീവൻ വളരുന്നതെന്ന് പറയുന്നത് അതൊരു ഡിഫറെൻറ്റ് എക്സ്പീരിയൻസ് ആണ്. അപ്പോൾ നമ്മൾ ആ ഒരു ജേർണി ഹെൽത്തി ആക്കുക, ഹെൽത്തി ഡയറ്റ് ഫോളോ ചെയ്യുക. അപ്പോൾ ഞാനിപ്പോൾ എൻ്റെ എക്സ്പീരിയൻസ് കുറച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു. അപ്പോൾ എനിക്ക് തോന്നുന്നു കുറച്ച് പേർക്ക് ഇത് ഹെൽപ്ഫുൾ ആയിരിക്കും. എൻ്റെ ഇതേ ഒരു ഡയറ്റ് ഫോളോ ചെയ്യണമെന്നല്ല, നിങ്ങൾക്ക് ഇഷ്ടമുള്ള കാര്യങ്ങൾ അത് നമ്മൾ എന്തെടുത്താലും അയ്യോ എനിക്കിത് കഴിക്കാവോ എന്നുള്ള ആ ഒരു കൺഫ്യൂഷനോട് കൂടിയല്ല, നമ്മൾ ഹെൽത്തി ആണോ എന്ന് കൂടെ നോക്കുക. ബട്ട് അതേ ടൈം ആ ഒരു ഹെൽത്തി ആണെന്ന് നോക്കുന്ന ടൈമിൽ തന്നെ നമ്മൾ കുറച്ചൊക്കെ ഒരു ബേക്കറി ഐറ്റംസ് കഴിക്കാൻ ആഗ്രഹമുള്ളവരുണ്ടാവും. കഴിക്കേണ്ടതെന്നല്ല, നമ്മൾക്ക് കഴിക്കാം മിതമായ അളവിൽ. എന്ത് ചെയ്താലും ബുദ്ധിമുട്ടുണ്ടാകത്തില്ല എന്ന് മാത്രം ഓർക്കുക. അധികമായാൽ അമൃതം വിഷം എന്നാണ് പറയുന്നത്. അതുകൊണ്ട് അധികമാവാതെ നമ്മൾ ആ ഒരു കൺട്രോൾ ചെയ്ത് റെസ്ട്രിക്റ്റ് ചെയ്ത് പ്രഗ്നൻസി ജേർണി സ്മൂത്തായി എൻജോയ് ചെയ്ത് പോവാം. അപ്പോൾ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ. നിങ്ങൾക്കറിയാവുന്ന പ്രഗ്നൻറ്റ് വുമൻസിനൊക്കെ ഈ വീഡിയോ ഒന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക. അതുപോലെ തന്നെ എല്ലാ പ്രഗ്നൻറ്റ് ലേഡീസിനും നല്ലൊരു ബ്യൂട്ടിഫുൾ ആൻഡ് എൻജോയബിൾ മൊമെൻ്റ് ആവട്ടെ പ്രഗ്നൻസി. എല്ലാവരും ഹാപ്പി ആയിരിക്കുക, ഹെൽത്തി ആയിട്ടുള്ള ഫുഡ് കഴിക്കുക, പ്രഗ്നൻസി പീരീഡ് എൻജോയ് ചെയ്യുക, മ്യൂസിക് കേൾക്കുക, ലൈഫ് എൻജോയ് ചെയ്യുക, പ്രഗ്നൻസി പീരീഡ് എൻജോയ് ചെയ്യുക. അതാണ് ഏറ്റവും ഇമ്പോർട്ടൻറ്റ്. ബൈ, മറ്റൊരു വീഡിയോയിൽ കാണാം.